Hello everyone, welcome to Competitive Cracker. This is Srikutan here. So നെറ്റ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ എല്ലാം വന്നു. നിങ്ങളെല്ലാവരും അത് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ലഭ്യമാക്കിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഉടനെ ഫൈനൽ റിസൾട്ട് ഉടനെ തന്നെ ഉണ്ടാവും. ഒരു ഫൈനൽ ആൻസർ കീയും കൂടെ വന്നതിന് ശേഷം റിസൾട്ട് ഉടനെ തന്നെ പ്രഖ്യാപിക്കും. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ട നോട്ടിഫിക്കേഷൻ വിളിക്കുകയും നമുക്കറിയാം ജൂൺ സെക്കൻഡ് വീക്കോട് കൂടിയാണ് പരീക്ഷകൾ നടത്താൻ NTA തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ജൂൺ സെക്കൻഡ് വീക്കിലേക്ക് എക്സാംസും കാണും. സോ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ പരീക്ഷയുടെ മോർണിംഗ് ഷിഫ്റ്റിന്റെ ഒരു ചെറിയ അനാലിസിസ് നടത്താനാണ്. അപ്പോൾ 2 ഷിഫ്റ്റ് ആയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഇന്ന് മോർണിംഗ് ഷിഫ്റ്റിന്റെ ഒരു ചെറിയ അനാലിസിസ് വീഡിയോ ആണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എപ്പോഴത്തെയും പോലെ തന്നെ പാറ്റേണിൽ മാറ്റം ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 1-2 കൊല്ലമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രൊണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, ഇത്തരം ചോദ്യങ്ങൾ കൂടി വരുന്നുണ്ട് എന്നൊരു ട്രെൻഡ് കഴിഞ്ഞ 2-3 പരീക്ഷകളായി നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. പണ്ടൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് ഒരുപാട് വട്ടം ഇങ്ങനെ ക്രൊണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് കാരണം സാധാരണ പണ്ട് നമ്മൾ വർക്കിലെ കഥാപാത്രങ്ങളും കോൺസെപ്റ്റ്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ വർഷമൊക്കെ പഠിച്ചു നോക്കുമ്പോഴത്തേക്കാണ് എല്ലാ കുട്ടികളും വലിയ രീതിയിൽ കൺഫ്യൂസ്ഡ് ആവാനും തെറ്റിപ്പോവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വർഷവും അത്തരം കാര്യങ്ങളൊക്കെ കൂടെ പഠിക്കാനായിട്ട് നമ്മൾ നിർബന്ധിതരായിട്ടുണ്ട്. സോ ഈ മോർണിംഗ് ഷിഫ്റ്റിലേക്ക് വരികയായിരുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഉണ്ടാവും. അത്തരം ഒരു പാറ്റേൺ ഈ വട്ടം ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം അല്ലേ. കാരണം ചില ഏരിയകൾക്ക് കൂടുതൽ, പ്രത്യേകിച്ച് കൾച്ചർ സ്റ്റഡീസും ലിറ്ററി തിയറിയും ഒക്കെ ആഴത്തിലുള്ള അല്ലെങ്കിൽ പോലും പ്രധാനപ്പെട്ട ഒരുപാട് ആശയങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് അസേർഷൻ റീസൺ മോർണിംഗ് ഷിഫ്റ്റിൽ അസേർഷൻ റീസൺസ് ചോദ്യങ്ങൾ താരതമ്യേന കുറവായിരുന്നു, കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ ക്രൊണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസും മാച്ച് ദ ഫോളോയിങ് ഓർഡർ ക്വസ്റ്റ്യൻസും ഒത്തിരി ഉണ്ടായിരുന്നു. ഡയറക്റ്റ് ആയിട്ട് വന്ന ചോദ്യങ്ങളൊക്കെ കുറെയൊക്കെ സിമ്പിൾ തന്നെയായിരുന്നു. അല്ലെങ്കിലും പൊതുവെ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഉള്ള കുട്ടികളുടെ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ പരീക്ഷകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് എളുപ്പമായിരുന്നു, കുറച്ച് ഭേദമായിരുന്നു. അത്തരം ഫീഡ്ബാക്ക് ഒക്കെ ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട്. നാഷണൽ ലെവലിൽ തന്നെ പല ആൾക്കാരും ചർച്ച ചെയ്തപ്പോൾ മനസ്സിലായത് കുറച്ച് എളുപ്പമായിരുന്നതായിട്ട് കുട്ടികൾക്ക് തോന്നുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ മോർണിംഗ് ഷിഫ്റ്റിൽ കുറച്ച് എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും അത്ര നമ്മളെ അങ്ങോട്ട് കുഴപ്പിച്ചില്ല. സോ അവിടെ ക്രൊണോളജിക്കൽ ഓർഡറും മാച്ച് ദ ഫോളോയിങ് അത് രണ്ടും മുൻനിർത്തി പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ക്രൊണോളജിക്കൽ ഓർഡറിൽ 1-2 സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ലെന്ന്. പക്ഷേ ക്രൊണോളജിക്കൽ ഓർഡർ മാച്ച് ദ ഫോളോയിങ്ങിലും വന്നപ്പോഴത്തേക്ക് ഈ ഇംപ്ലൈഡ് ഓർഡറിനെ കുറിച്ചുള്ള ചോദ്യം രണ്ടിടത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ ഇംപ്ലൈഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വെച്ചുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ്ങിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്രൊണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ മാത്യു ആളുടെ കൾച്ചർ അനാർക്കി അതും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കൾച്ചർ അനാർക്കി മറ്റൊരു ചോദ്യമായിട്ട് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ചോദ്യങ്ങൾ കൾച്ചർ അനാർക്കിയെ ബേസ് ചെയ്തുണ്ടായിരുന്നു, ഇംപ്ലൈഡ് ഓർഡറിനെ ബേസ് ചെയ്തും ഉണ്ടായിരുന്നു മോർണിംഗ് ഷിഫ്റ്റിൽ. അങ്ങനെ റയർ ആയിട്ടൊക്കെയാണ് സംഭവിക്കാറുള്ളത്. സോ ക്രൊണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ കൂടുതലും ചോദിച്ചിരിക്കുന്നത് നമ്മുടെ വിക്ടോറിയൻ ഫിക്ഷനെ ബേസ് ചെയ്താണ്. കവിതകളെ ബേസ് ചെയ്തൊന്നും അധികം ചോദ്യങ്ങൾ അങ്ങനെ ക്രൊണോളജിക്കൽ ഓർഡറിൽ ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ലിറ്ററി തിയറി കൾച്ചർ സ്റ്റഡീസ് ഏരിയയിൽ നിന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാത്യു ആളുടെ കൾച്ചർ അനാർക്കി, ലെവ്യാതൻ, ഡിഫൻസ് ഓഫ് പോയസി, അത്തരം വർക്ക്സ് എല്ലാം ക്രൊണോളജിക്കൽ ഓർഡറിൽ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ അനുസരിച്ച് അടുക്കാനുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സ്ട്രക്ചറലിസ്റ്റ് പൊയറ്റിക്സ്, കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്, ഇംപ്ലൈഡ് ഓർഡർ, ഈ വർക്ക്സ് ഇതും ക്രൊണോളജിക്കൽ ഓർഡറിൽ അടുക്കാനായിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നീട് ജാക്കോബിയൻ ഡ്രാമയിൽ നിന്ന്, ഇപ്പോൾ ഡ്രാമ പലപ്പോഴും നമ്മൾ എന്താ പറയുക ഷേക്സ്പിയറിന്റെ ഒരു കാലഘട്ടം യൂണിവേഴ്സിറ്റി വിറ്റ്സ് ഒക്കെയാണ് നല്ലപോലെ നോക്കിയിട്ട് പോകുന്നത്. പക്ഷേ ജാക്കോബിയൻ ഡ്രാമയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ ഒരു വാർ ഓഫ് തിയേറ്റേഴ്സ് ഒക്കെ നടന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ജാക്കോബിയൻ ഡ്രാമയിൽ നിന്ന് നല്ലൊരു ചോദ്യം ഉണ്ടായിരുന്നു ഈ വട്ടം. കാരണം എ വുമൺ കിൽഡ് വിത്ത് കൈൻഡ്നസ്, ഷൂമേക്കേഴ്സ് ഹോളിഡേ, അതുപോലെ തന്നെ കോൺഷ്യസ് ലവേഴ്സ്, അത്തരം നാടകങ്ങൾ തന്നത്, അതും ജാക്കോബിയൻ ഡ്രാമയിലെ പ്രധാനപ്പെട്ട നാടകങ്ങൾ തന്നിട്ടാണ് ക്രൊണോളജിക്കൽ ഓർഡറിൽ അടുക്കാനായിട്ട് തന്നിരിക്കുന്നത്. സോ അത് ഒരു എളുപ്പമുള്ള ചോദ്യമായിരുന്നു. മാത്രമല്ല ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇപ്പം കൾച്ചർ അനാർക്കി, ഡിഫൻസ് ഓഫ് പോയസി, ലെവ്യാതൻ, ഇതെല്ലാം തന്നെ ഫേമസ് വർക്ക്സ് ആണ്. നമ്മൾ അങ്ങനെ ഒട്ടും കേട്ടിട്ടില്ലാത്ത വർക്ക്സ് ഒന്നുമല്ല, വളരെ ഫേമസ് ആയ വർക്ക്സ് തന്നെയാണ് ക്രൊണോളജിക്കലി അടുക്കാനായിട്ട് നമുക്ക് തന്നത്. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ കേട്ടിട്ടില്ലാത്ത 1-2 കാര്യങ്ങളെ സംബന്ധിച്ചുണ്ട്. അതായത് തിയേറ്റർ ഓഫ് റിവോൾട്ട്, തിയേറ്റർ ഓഫ് ദി അബ്സേർഡ്, മോഡേൺ അമേരിക്കൻ ഡ്രാമ, അത്തരം കാര്യങ്ങൾ തന്നിട്ട് ഈ സംഭവങ്ങളെയൊക്കെ ബേസ് ചെയ്തുള്ള ഒരു ക്രൊണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ കെയിം ഡിക്കൻസിന്റെ നോവലിനെ ബേസ് ചെയ്ത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, നമ്മുടെ മെഗാ ലൈവ് സീരീസ് കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഈ പരീക്ഷയ്ക്ക് ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയ്ക്ക് മുൻപായിട്ട് നടത്തിയ മെഗാ ലൈവ് സീരീസിലെല്ലാം തന്നെ ഡിക്കൻസിനെ കുറിച്ച് ഊന്നി പറയുന്നുണ്ടായിരുന്നു. ഡിക്കൻസിനെ ബേസ് ചെയ്തൊരു ചോദ്യം, ഡിക്കൻസ് അല്ലെങ്കിൽ ഹാർഡിന്ന് ഉറപ്പായിട്ട് ഒരു ചോദ്യം വരും എന്നുള്ളത് കൃത്യമായി നമ്മൾ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. ഡിക്കൻസിൽ നിന്ന്, അതായത് ഒളിവർ ട്വിസ്റ്റ്, ബ്ലീക്ക് ഹൗസ്,
ഡേവിഡ് കോപ്പർഫീൽഡ് ഒക്കെ തന്നിട്ട് അത് കൃത്യമായി അടുക്കാനുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആൻഡ് അത് കുട്ടികൾക്ക് ഒരുപക്ഷെ വളരെ എളുപ്പമായിരുന്ന ഒരു ചോദ്യമായിരുന്നു. അതുപോലെ തന്നെ പാരഡൈസ് ലോസ്റ്റും ലിസിഡസും ഹീറോ ആൻഡ് ലിയാൻഡർ അത്തരം ചോദ്യങ്ങൾ അത്രയും ഓപ്ഷൻ തന്നിട്ട് അതും ക്രൊണോളജിക്കലി അടുക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. കാരണം ഇപ്പൊ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ കേട്ടിട്ടില്ലാത്ത വർക്ക്സോ കേട്ടിട്ടില്ലാത്ത ഓതേഴ്സോ ബേസ് ചെയ്തല്ല, എല്ലാം തന്നെ വളരെ പരിചിതമായിട്ടുള്ള അടുത്തു നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇന്ത്യയിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് പക്ഷേ മോർണിംഗ് ഷിഫ്റ്റിൽ ചോദ്യങ്ങൾ കുറവായിട്ട് ഫീൽ ചെയ്തിരുന്നു. ഇപ്പൊ കാന്തപുര, രാജ്മോഹൻസ് വൈഫ്, ബെൻഡ് ഇൻ ദ ഗാൻജസ്, അൺടച്ചബിൾ, ഇതിനെ ബേസ് ചെയ്തുള്ള ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻ ആയിരുന്നു മോർണിംഗ് ഷിഫ്റ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ദെൻ കിപ്ലിംഗ്, ബ്രൗണിംഗ്, ദെൻ ഡൺ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട റൈറ്റേഴ്സിന്റെ ബർത്ത് ഇയർ, അവർ ജനിച്ച വർഷം ബേസ് ചെയ്തുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ വായിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ പറയുന്ന വ്യക്തികളെയും വർക്ക്സിനെയും ബേസ് ചെയ്ത് തന്നെയായിരുന്നു. ഇപ്പൊ ഡിക്കൻസിന്റെ നോവലുകൾ എന്ന് പറയുന്ന ഏതാണ്, ട്വിസ്റ്റും അതുപോലെ പിക്വിക് പേപ്പേഴ്സും ഡേവിഡ് കോപ്പർഫീൽഡും ഒക്കെ തന്നെയാണ് ഓപ്ഷനിൽ വന്നത്. നമ്മൾ ഉറപ്പായിട്ട് ഡേവിഡ് കോപ്പർഫീൽഡ് പഠിക്കുകയാണ്, ഉറപ്പായിട്ട് നമ്മൾ അതിന്റെ വർഷം പഠിച്ചല്ലേ പറ്റും. അതുപോലെ തന്നെ പിക്വിക് പേപ്പേഴ്സ് അറിയാലോ, അദ്ദേഹത്തിന്റെ ആദ്യ വർക്ക്സ്, അതെല്ലാം നമ്മൾ വർഷം പഠിക്കുന്നതാണ്. സോ അത്തരം ചോദ്യങ്ങളൊന്നും തന്നെ കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി എന്തെങ്കിലും അതിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അത് ജാക്കോബിയൻ ഡ്രാമയിൽ നിന്നുള്ള ചോദ്യം മാത്രമായിരിക്കും. ജാക്കോബിയൻ ഡ്രാമയും പിന്നീട് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്, സ്ട്രക്ചറലിസ്റ്റ് ആൻഡ് പൊയറ്റിക്സ്, ഇംപ്ലൈഡ് റീഡർ, ഈ രണ്ട് ചോദ്യങ്ങൾ മാത്രമായിരിക്കും കുറച്ചെങ്കിലും കുട്ടികളെ കുഴപ്പിക്കാൻ സാധ്യത ഉള്ളത്. സോ ക്രോണോളജിക്കൽ ഓർഡറിനെ അത്തരം ചോദ്യങ്ങൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ കെയിം മാച്ച് ദ ഫോളോയിങ്. ഇപ്പൊ മാച്ച് ദ ഫോളോയിങ്ങിൽ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മാച്ച് ദ ഫോളോയിങ് ഏകദേശം എല്ലാ ഏരിയയും കവർ ചെയ്തായിരുന്നു. മാത്രമല്ല വരികൾ എടുത്ത് ചോദിച്ചിരുന്നു. ഇപ്പൊ ഷേക്സ്പീരിയൻ ഡ്രാമാസ്, ഷേക്സ്പീരിയൻ നാടകങ്ങളിലെ വരികൾ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒതല്ലോ, മാക്ബത്ത്, കിങ് ലിയർ എന്ന് പറയുന്ന ഷേക്സ്പിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ട്രാജഡികളായിട്ട് നമ്മൾ പറയുന്ന നാടകമുണ്ടല്ലോ, ആ നാടകങ്ങളിലെ വരികൾ തന്നിട്ട് മാച്ച് ചെയ്യാനുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ക്വൈറ്റ് ഈസി. ആ 4 നാടകങ്ങൾ ഒരുപക്ഷെ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള 4 നാടകങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ എളുപ്പമായിരുന്നു. അതുപോലെ തന്നെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ, ഡോൾസ് ഹൗസ്, മാൻ ആൻഡ് സൂപ്പർമാൻ, ഇതിലെ വരികൾ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളായിരുന്നു, ലൈൻസിനെ ബേസ് ചെയ്തുള്ളത്. അതൊരു പക്ഷേ ഇപ്പൊ ഡോൾസ് ഹൗസ് പിന്നെയും കുഴപ്പമില്ല, കാരണം പല കാലഘട്ടങ്ങളിൽ പോലും ഈ ഡോൾസ് ഹൗസിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ലൈൻസ് എടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഒരു 8 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, ഡോൾസ് ഹൗസിലെ ലൈൻസിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ഈ 2 ഏരിയയിൽ നിന്നും ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ഷേക്സ്പീരിയൻ നാടകങ്ങൾ, ഒന്ന് മോഡേൺ നാടകങ്ങളെ കുറിച്ച് ലൈൻസിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ വന്നു. പക്ഷെ അതും നമ്മൾ ഒട്ടും കേട്ടിട്ടില്ലാത്ത, നമ്മൾ സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുള്ള നാടകങ്ങളിൽ നിന്നല്ല ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. നമുക്ക് ഏറ്റവും നല്ലപോലെ പരിചിതമായ ഏരിയയിൽ നിന്ന് തന്നെയാണ്. പിന്നീട് കോൺസെപ്റ്റ്സ് തന്നിട്ട് അതിന്റെ പ്രൊപ്പോണൻസ് ആരാണ്, അത്തരം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു മാച്ച് ദ ഫോളോയിങ്. ലൈക്ക് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്, അത്തരം കാര്യങ്ങൾ. പിന്നീട് നമ്മുടെ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ നിന്ന് അത്തരം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ലൈക്ക് ഓസ്ട്രേലിയ എന്ന കവിത, ഹൗൾ, പിന്നീട് ബീറ്റ് ഡ്രംസ്, അത്തരം കവിതകൾ തന്നിട്ട് അതിന്റെ ഓർഡറുമായിട്ട് മാച്ച് ചെയ്യാനുള്ള ചോദ്യം. അതും വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വളരെ ഡയറക്റ്റ് എന്ന് വെച്ചാൽ വളരെ ഡയറക്റ്റ്. പിന്നീട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ നെഗറ്റീവ് കേപ്പബിലിറ്റി ആരുടെ കോൺസെപ്റ്റ് ആണ്, സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ്, SM പ്ലാസ്റ്റിക്, അത്തരം കോൺസെപ്റ്റ്സ് തന്നിട്ട് അത് മാച്ച് ചെയ്യാനുണ്ടായിരുന്നു. കണ്ടില്ല, അതെല്ലാം ഡയറക്റ്റ് ആയിരുന്നു. പിന്നെ ക്യാരക്ടേഴ്സും വർക്ക്സും തന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ജൂലൈസ് പീപ്പിൾ, ദെൻ പെറ്റൽസ് ഓഫ് ബ്ലഡ്, തിങ്സ് ഫോൾ അപ്പാർട്ട്, അത്തരം വർക്ക്സിന്റെ പേരുകൾ തന്നിട്ട് അതിന്റെ ക്യാരക്ടേഴ്സുമായിട്ട് മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ തിങ്സ് ഫോൾ അപ്പാർട്ട് ഒക്കെ എന്തായാലും നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള വർക്കാണ്. അപ്പൊ അതിന്റെ ക്യാരക്ടേഴ്സുമായിട്ട് മാച്ച് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരുന്നു. പിന്നീട് വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ അവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സംഭവം ഇതാണ്, ഇംപ്ലൈഡ് റീഡർ, ഇസ് ദെയർ എ ടെക്സ്റ്റ് ഇൻ ദ ക്ലാസ്, പൊയറ്റിക്സ് ഓഫ് പ്രോസ്, ഇത്തരം വർക്ക്സും അതിന്റെ ഓർഡറുമായിട്ട് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നീട് റെട്ടറിക്, സിംബോസിയം, നമ്മുടെ അരിസ്റ്റോട്ടിൽ, ഹൊറൈസ്, അവരുടെ ഒരു ടീമിനെയും നമ്മുടെ NT ഈ വട്ടം കളഞ്ഞില്ല, അവിടുന്നും ഈ വട്ടം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് മോഡേൺ ഏജിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് വർക്ക്സ് ലൈക്ക് വെൽ റോട്ട് ഏൺ, വെർബൽ ഐക്കൺ, സേക്രഡ് വുഡ്, അത്തരം വർക്ക്സും അതിന്റെ റൈറ്റേഴ്സിനെ കൃത്യമായിട്ട് മാച്ച് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സോ ശ്രദ്ധിക്കേണ്ടത്, ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരുന്നു ഈ വട്ടം. അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും, എല്ലാം നമ്മൾ സാധാരണ എല്ലാ കുട്ടികൾക്കും വളരെ പ്രയാസമായിട്ട് തോന്നുന്ന ഏരിയാസ് ആണ് ഈ ക്രോണോളജിക്കൽ ഓർഡർ, മാച്ച് ദ ഫോളോയിങ്. പക്ഷെ എല്ലാം തന്നെ വളരെ എളുപ്പമുള്ള ഏരിയയിൽ നിന്നാണ്, എളുപ്പമുള്ള വർക്ക്സിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. നമ്മൾ അത്രത്തോളം അങ്ങോട്ട് കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നീട് വന്നതെല്ലാം പിന്നെ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരുന്നു.
അത് താരതമ്യേന കുറവായിരുന്നു എന്നാണ് അത്, ഒട്ടും ഇല്ലെന്നല്ല, താരതമ്യേന കുറവായിരുന്നു. പിന്നീട് വന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വളരെ സിമ്പിൾ ചോദ്യങ്ങളായിരുന്നു. അത്ര ഭയങ്കര സിമ്പിൾ, നെറ്റ് ഒരിക്കലും ഭയങ്കര സിമ്പിളായിട്ട് ചോദിക്കത്തില്ല. പക്ഷേ കമ്പയർഡ് ടു പ്രീവിയസ് ഇയേഴ്സ്, കഴിഞ്ഞ പരീക്ഷകൾ വെച്ച് നോക്കുമ്പോൾ, കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നടത്തിയ പരീക്ഷകൾ വെച്ച് നോക്കുമ്പോൾ ഈ വട്ടത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കുട്ടികൾ അധികം അങ്ങോട്ട് കുഴപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് മോർണിംഗ് ഷിഫ്റ്റിനെ കുറിച്ച് കുട്ടികൾ എല്ലാവരും തന്നെ ഇത്തിരി ഭേദപ്പെട്ട അഭിപ്രായമാണ് സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിക്കിടയിലുള്ളത്. ദേ ആർ നോട്ട് ഡിവൈഡ് ഇൻ ദിയർ ഒപ്പീനിയൻ. എല്ലാവരും യോജിക്കുന്നു, അത്ര എളുപ്പം ആയിരുന്നു. കഴിഞ്ഞ വട്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഇത്തിരി എളുപ്പമായിരുന്നു. പൊതുവെ അങ്ങനെ നെറ്റ് പരീക്ഷ നമുക്ക് എളുപ്പമാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല, കാരണം അത്രത്തോളം ടഫാണ്. പക്ഷേ കമ്പയർ ടു പ്രീവിയസ് ടൈംസ്, കഴിഞ്ഞ സമയങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഈ വട്ടത്തെ പരീക്ഷ എളുപ്പമായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വട്ടങ്ങളിൽ നിലനിർത്തിയതുപോലെ തന്നെ ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസും എല്ലാം തന്നെ ഒരുപാട് വന്നിട്ടുണ്ട് ഈ വട്ടവും. അല്ല, ഏകദേശം ഞാൻ ഇപ്പം റഫായിട്ട് വായിച്ചപ്പോൾ തന്നെ ഏകദേശം ഒരു 7-8ഓളം ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ 10ഓളം മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പം ജസ്റ്റ് റഫായിട്ട് വായിച്ചപ്പോൾ തന്നെ വന്നു, അത്രത്തോളം വന്നിട്ടുണ്ട്. സോ അതിൽ കൂടുതലാണ് ശരിക്കുള്ള നമ്പേഴ്സ്, ഞാൻ ജസ്റ്റ് ഇപ്പോൾ റഫായിട്ട് വായിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ ഈ വരാൻ പോകുന്ന ജൂൺ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിൽ വേണം പ്രിപ്പയർ ചെയ്യാൻ. കഴിയുന്നത്ര ട്രിക്കി ആയിട്ടുള്ള MCQs, അതായത് ക്രോണോളജിക്കൽ ഓർഡർ ബേസ്ഡ് MCQs അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ബേസ്ഡ് MCQs വേണം നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകാൻ വർഷങ്ങൾക്കും. അതുപോലെ തന്നെ കോൺസെപ്റ്റ്സ്, അതിൻ്റെ പ്രൊപ്പോണൻസ്, ഡ്രാമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, വരികൾ, ഇതിനെല്ലാം തന്നെ വലിയ പ്രാധാന്യം ഉണ്ടെന്ന് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന പരീക്ഷയായിരുന്നു ഇപ്പോൾ കടന്നുപോയത്. ഓക്കെ, സോ നിങ്ങളെ വീണ്ടും ഒരു കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്, ഈ വരാൻ പോകുന്ന ജൂൺ പരീക്ഷയിലേക്ക് നിങ്ങളെ തയ്യാറെടുപ്പിക്കാൻ ടീം കോമ്പറ്റീവ് ക്രാക്കർ നെറ്റ് ഇംഗ്ലീഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 200-ൽ പരം വീഡിയോസ്, 2000-ൽ പരം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ലൈവ് സെഷൻസ്, മെന്റർഷിപ്പ് ഫോർ JRF, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുമായിട്ടാണ് ഈ ഒരു കോഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. 1 ഇയർ വാലിഡിറ്റിയാണ് ഈ കോഴ്സ് നിങ്ങൾക്കായി ഓഫർ ചെയ്യുന്നത്. വരാൻ പോകുന്ന പരീക്ഷയിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ആകും. അതിൽ തീർച്ചയായിട്ടും ഞാൻ പറയാം, ഈ വരാൻ പോകുന്ന പരീക്ഷയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കാനായിട്ട്, നിങ്ങളെ നല്ല രീതിയിൽ സജ്ജരാക്കാൻ വേണ്ടി അനവധി മോക്ക് ടെസ്റ്റുകൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ വട്ടത്തെ പോലെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് മുൻപായി ഒരു മെഗാ ലൈവ് സീരീസ് ഉണ്ടായിരുന്നു. അത്തരം ലൈവ് സീരീസ് ഈ പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് ഞങ്ങൾ ആരംഭിക്കുന്നതാണ്. ഫ്രീ അപ്ഡേറ്റ്സും നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും ലഭിക്കാൻ, മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യാൻ ഞങ്ങളുടെ ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ, ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാം. കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കുന്നതായിരിക്കും. സോ മോർണിംഗ് ഷിഫ്റ്റ് പരീക്ഷയുടെ ഒരു അനാലിസിസ് ആണ് നമ്മളിവിടെ നടത്തിയത്. ഈവനിംഗ് ഷിഫ്റ്റ് പരീക്ഷയുടെ അനാലിസിസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.